ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞ് KPCCയിലും DCCകളിലും നേതൃമാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 ദിവസം കഴിയുമ്പോൾ KPCC പ്രസിഡന്റ് കസേരയിൽ കെ സുധാകരൻ 3 വർഷം തികയ്ക്കും. സുധാകരനൊപ്പം എത്തിയ DCC പ്രസിഡന്റുമാർ സെപ്റ്റംബറിൽ 3 വർഷം പൂർത്തിയാക്കും. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇപ്പോഴത്തെ ഈ സംഘടനാ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് കഴിഞ്ഞ യോഗത്തിൽ പല മുതിർന്ന നേതാക്കളും ചോദിച്ചിരുന്നു. അതേസമയം പ്രതിസന്ധി കാലത്ത് ചുമതലയേറ്റ പ്രസിഡന്റിനെ, അതായത് സുധാകരനെ, അനുയോജ്യമായ സമയത്ത് മാന്യമായി ഒഴിയാൻ അനുവദിക്കണമെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇനി ആ കസേരയിൽ ഇരുത്താൻ ഒരു ഗ്രൂപ്പുകൾക്കും താല്പര്യമില്ല. അതായത് A ഗ്രൂപ്പിനോ I ഗ്രൂപ്പിനോ ഒരു ഗ്രൂപ്പിനും താല്പര്യമില്ല. AICC നിർദ്ദേശപ്രകാരം ചുമതല കൈമാറിയ സുധാകരനെ സമയമാകുമ്പോൾ AICC തന്നെ തിരിച്ചേൽപ്പിക്കുമെന്നും അതുവരെ മിണ്ടാതിരിക്കുന്നതിന് പകരം ഈ കോലാഹലമൊക്കെ എന്തിനാണെന്നാണ് മറുപക്ഷവും ചോദിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുമ്പോൾ മാത്രമേ KPCC അധ്യക്ഷൻ്റെ ചുമതല ഏറ്റെടുക്കുകയുള്ളൂ എന്നും ഇക്കാര്യത്തിൽ തനിക്ക് ധൃതിയോ ആശങ്കയോ ഇല്ലെന്നൊക്കെ സുധാകരൻ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ അതൃപ്തി പ്രകടമായി കാണാം. സുധാകരന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനോ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാനോ ഒട്ടും നേരത്തെ താല്പര്യമില്ലായിരുന്നു. കാരണം ഇത് കൈവിട്ട കളിയാണെന്ന് സുധാകരൻ അറിയാം. പാർട്ടിയും ഹൈക്കമാൻഡും നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ ഇപ്പോൾ കണ്ണൂരിൽ മത്സരിപ്പിച്ചത്. ഈ അപകടം സുധാകരൻ മനസ്സിലാക്കിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ അത് 19 സീറ്റും കിട്ടിയില്ലെങ്കിൽ, ആ 19 പോയിട്ട് ഒരു 16 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ സുധാകരൻ ഈ വഴിക്ക് വരേണ്ട, ഈ കസേരയിൽ വരില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മറ്റ് നേതാക്കൾ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കസേര തിരിച്ചു കൊടുക്കാത്തത്. ഏതായാലും സുധാകരനെ ഇന്ദിരാ ഭവൻ്റെ 7 ഇലക്കത്ത് അടുപ്പിക്കില്ലെന്നാണ് ഈ ഗ്രൂപ്പുകൾ പറയുന്നത്. ഇത്രയും നാളത്തെ സേവനങ്ങളൊക്കെ മതി. അതാണ് മറ്റ് ഗ്രൂപ്പുകാർ, മുതിർന്ന നേതാക്കൾ പോലും പറഞ്ഞത്. ഇനി എങ്ങാനും 2026 UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുനട്ടിരിക്കുന്ന 1 ഡസൻ നേതാക്കളിൽ സുധാകരനുമുണ്ട്. അതിൽ പ്രധാനി എന്നത്തെയും പോലെ ചെന്നിത്തലയാണെങ്കിലും അന്ന് വരെ KPCC അധ്യക്ഷ സ്ഥാനം നീട്ടിക്കൊണ്ടുപോയാൽ വിലപേശലിന് എളുപ്പമുണ്ടെന്ന് സുധാകരൻ അറിയാം. അതുകൊണ്ടാണ് സുധാകരൻ ഈ ചുറ്റിക്കളിയുമായി നടക്കുന്നത് ഇപ്പോൾ.